2025 പുതിയ കലണ്ടർ നമ്മുടെ പഴയ കലണ്ടറിന്റെ അടിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സൂറത്തുൽ മുഅ്മിനൂനിന്റെ അവസാന ആയത്തുകളുണ്ട്. ഖാല കം ലബിസ്തും ഫിൽ അർളി അദദ സിനീൻ. അള്ളാഹു ചോദിക്കുമെന്നാണ്, ഭൂമിയിൽ നിങ്ങൾ താമസിച്ച കൊല്ലങ്ങളുടെ എണ്ണം എത്രയാകുന്നു എന്ന്. ഖാലു, അവർ പറയും, ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം ഫസ്അലിൽ ആദീൻ. ഒരു ദിവസം അല്ലെങ്കിൽ അതിന്റെ ഒരു അല്പഭാഗമാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടാകുക. എണ്ണി തിട്ടപ്പെടുത്തിയവരോട് ചോദിച്ചു, ഈ കറക്റ്റായിട്ട് അറിയില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് അവസാനം അവർ പറയും, ഖാല ഇൻ ലബിസ്തും ഇല്ലാ ഖലീല. നിങ്ങൾ അല്പം മാത്രമേ താമസിച്ചിട്ടുള്ളൂ. അള്ളാഹു പറയണ, നിങ്ങൾ വളരെ കുറച്ചേ താമസിച്ചു. ലൗ അന്നക്കും കുൻതും തഅലമൂൻ. നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. സഹോദരങ്ങളെ, ഇത് സംഭവിച്ച ഒരു ഡയലോഗല്ല, സംഭവിക്കാനിരിക്കുന്ന ഒരു ഡയലോഗാണ്. ഇത്രയും കൃത്യമായി മരണത്തിന് ശേഷം നമ്മൾ പറയാൻ പോകുന്ന, നമ്മളോട് ചോദിക്കാൻ, നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു സംഭാഷണം, അതിന്റെ മുമ്പേ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നത്, അള്ളാഹുവിന് നമ്മളോടുള്ള കാരുണ്യം കൊണ്ടാണ്. കാരണം ഈ ദുനിയാവിലെ സമയം വളരെ നിസ്സാരമാണ് എന്ന് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. കാരണം ആഖിറത്തിലെ വിചാരണയും എല്ലാം കഴിഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിലെത്തുന്ന സന്ദർഭത്തിൽ ആഖിറത്തിന്റെ ദൈർഘ്യം ഒരാൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് ദുനിയാവ് വളരെ നിസ്സാരമായിരുന്നു എന്ന രൂപത്തിൽ ആളുകൾ അവിടെ മറുപടി പറയുന്നത്. സൂറത്തുൽ മആരിജിൽ കാണാം, തഅറുജുൽ മലായികതു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. അല്ലേ, 50000 കൊല്ലത്തിന്റെ അളവുള്ളതായ ഒരു ദിവസത്തിൽ മലക്കുകളും ആത്മാവുമെല്ലാം അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നവർ. ഒരു 50,000 വർഷത്തിന്റെ നീളമുള്ള ഒരു ദിവസം. അപ്പോ സമയ ദൈർഘ്യം അള്ളാഹു നമ്മളെ ഒരു താരതമ്യം ചെയ്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയ്യതൻ ഔ ദുഹാഹാ. ആഖിറത്തിനെ, ആ ബർസഖിയായ ജീവിതം കഴിഞ്ഞ ആഖിറത്തിനെ അവർ കാണുന്ന സന്ദർഭത്തിൽ എന്താണ്, ഒരു വൈകുന്നേരമോ ഒരു അഷിയത്ത്, വൈകുന്നേരം ഒരു ലുഹ, ഒരു പ്രഭാതമാണ് ഇവിടെ കഴിച്ചു കൂട്ടിയിട്ടില്ലാത്ത പോലെയായിരിക്കും. അത്രയും നിസ്സാരമായിരുന്നു ദുനിയാവ് എന്ന് അവർക്ക് ബോധ്യപ്പെടും. ഇതെന്തിനാണ് സഹോദരങ്ങളെ പറയുന്നത്? ഇതെന്തിനാണ് നമ്മളിപ്പോൾ പറയും, കഴിഞ്ഞവർ കലണ്ടർ, ഇപ്പോഴല്ലേ നമ്മൾ കലണ്ടർ കൊണ്ടുവന്നത് അല്ലേ? എത്ര പെട്ടെന്നാണ് ഒരു വർഷം കടന്നുപോയത് അല്ലെ? ഒരു വെള്ളിയാഴ്ച രാവിലെ നേരം വിളിക്കുമ്പോൾ തോന്നില്ലേ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്നലെ കഴിഞ്ഞത് പോയി തോന്നും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഖൂമു സ്സാഅ ഹത്താ യതഖാറബ അസ്സമാനു ഫതകൂന അസ്സനതു കശ്ശഹർ വയകൂന അശ്ശഹറു കൽജുമുഅ വതകൂന അൽജുമുഅതു കൽയൗം വയകൂന അൽയൗമു കസ്സാഅ വതകൂന അസ്സാഅതു കഹ്തിറാഖി സ്സാഫ. എന്താണ് ഒരു വർഷമെന്നത് ഒരു മാസം പോലെ ഫീൽ ചെയ്യുന്ന, ഒരു മാസം ഒരാഴ്ച പോലെ ഫീൽ ചെയ്യും, ഒരാഴ്ച ഒരു ദിവസം പോലെ ഫീൽ ചെയ്യും. ഇതൊക്കെ സമാൻ, ലോകാവസാനം അടുക്കുന്നതിന്റെ ലക്ഷണമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ ഈ വളരെ ചെറിയ ഒരു ദുനിയാവിന്, വളരെ ചെറിയ ഒരു നീളമുള്ള ഈ ഒരു ദുനിയാവിന് വേണ്ടി സഹോദരങ്ങളെ നമ്മൾ എത്രയാണ് കഷ്ടപ്പെടുന്നത്, എത്രയാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, എത്രയാണ് അതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ദീർഘമായ, അനന്തമായ, അറ്റമില്ലാത്ത, മരണമില്ലാത്ത ഒരു പരലോകത്തിനു വേണ്ടി എന്ത് പണിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം നമ്മുടെ വാക്കുകളും ചിന്തകളും നമ്മൾ ആ പരലോകത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ എത്രത്തോളം നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പ്രാധാന്യം നമ്മൾ നൽകിയിട്ടുണ്ട് എന്ന് ഈ ഒരു അവസരത്തിലെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അല്ലേ? അപ്പൊ ആരാണ് ഏറ്റവും ബുദ്ധിമാനായ ആള്? സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർക്കുകയും അതിനുവേണ്ടി നന്നായി തയ്യാറെടുക്കുകയും ചെയ്യുന്ന ആളാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. മന്നഖിയ സുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും
ഇന്റലിജന്റായ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ ആരാണ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. മരണത്തെ ഏറ്റവും കൂടുതൽ ഓർക്കുക. ആ ഓർത്തിട്ട് അതാ ഓർമ്മയിൽ അവസാനിക്കാൻ പാടില്ല. ആ ഓർമ്മകൾ, നമ്മളെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ കൂടുതൽ സൽക്കർമ്മം ചെയ്യാൻ, കൂടുതൽ അമലുകൾ ചെയ്യാൻ, കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പ്രേരണ നൽകണം. അതങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോഴാണ്, അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും ബുദ്ധിയുള്ള ആളാണ്. അതുകൊണ്ട് ഈ വരുന്ന 2025 നല്ല ബുദ്ധിയുള്ള ഒരാളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ്? ഖൈറുന്നാസ് ആരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആരാണ്? മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ഏറ്റവും നല്ല കൂടുതൽ ദീർഘായുസ് നൽകപ്പെട്ട ഒരാളാണ്. എന്നിട്ടോ ആ നല്ല ആയുസ്സിൽ മുഴുവൻ അയാൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് ആ ആയുസ്സിനെ സമ്പന്നമാക്കിയവനാണ് ഏറ്റവും ഖൈറായ മനുഷ്യൻ. എന്നാലോ ഏറ്റവും ഷർറായ മനുഷ്യൻ ആരാണ്? അവന് ദീർഘമായ ആയുസ് അവന് ലഭിച്ചു, പക്ഷേ അവന്റെ കർമ്മങ്ങൾ മോശമായിരുന്നു. അവനാണ് ഏറ്റവും മോശമായ ജനങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും ഖൈറായ ആളുകളിൽ പെടാൻ, അല്ലെ, കിട്ടിയ ആയുസ്സൊക്കെ പരമാവധി നന്മകളിലൂടെ, അല്ലെ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിലൂടെ തൗഹീദ് മുവഹിദായി ജീവിച്ചുകൊണ്ട് കൂടുതൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലെങ്കിൽ സഹോദരങ്ങളെ, ആ മരണത്തിന്റെ സമയത്തിലെ ഏറ്റവും ഉറപ്പായ മരണം നമ്മൾ പിടികൂടും. എങ്ങനെ ഒരു നിലക്കും രക്ഷപ്പെടാൻ സാധിക്കാത്ത, ലോകത്ത് ജനിച്ചുപോയ ഒരു മനുഷ്യനും ഇതേവരെ രക്ഷപ്പെട്ടിട്ടില്ലാത്ത ആ മരണം, അത് നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും. ആ മരണം പിടികൂടുന്ന സന്ദർഭത്തിൽ ആളുകൾ വിലപിക്കുന്നത് സൂറത്തുൽ മുനാഫിഖൂന്റെ അവസാനത്തെ ആയത്തുകളിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അള്ളാഹുവെ പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ, അല്ലെ, അശ്രദ്ധമാക്കാതിരിക്കട്ടെ. ഈ ദുനിയാവിന്റെയും മക്കളെയും കാര്യങ്ങളൊക്കെ സ്വത്തും സന്താനങ്ങളുടെയും ചിന്തകളിൽപ്പെട്ട് അതിൽ മശ്ഗൂലായിക്കൊണ്ട് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നും ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നും അതിനുവേണ്ടിയാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത് എന്നുള്ള ഏറ്റവും മർമ്മപ്രധാനമായ ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ വഴിതെറ്റിപ്പോകുന്ന ഒരവസ്ഥക്ക് നമ്മളെ സ്വത്തുക്കളും സന്താനങ്ങളും കാരണമാകരുത് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചാൽ അവരാണ് നഷ്ടക്കാർ. അല്ലെ, എന്തെങ്കിലും ഒരു കച്ചവടത്തിൽ നഷ്ടം വന്നു എന്നതോ, അല്ലെ, നമ്മളെ കച്ചവടം നഷ്ടത്തിലായി പോയി എന്നതോ, നമ്മൾ ഉദ്ദേശിച്ചൊരു ജോലി നമുക്ക് കിട്ടിയില്ല എന്നതോ, സഹോദരങ്ങളെ, മക്കളുണ്ടായില്ല എന്നോ, ജീവിതത്തിൽ എന്തൊക്കെ സങ്കടമായി ആളുകൾ വെച്ചു പുലർത്തുന്നുണ്ടോ, ഈ ഭൗതികമായ ജീവിതത്തിന്റെ വൈബ് നമുക്ക് നൽകിയ ഒരു വിജയവും പരാജയം കണ്ടില്ലേ, ഇതൊക്കെയാണ് വിജയങ്ങൾ, ഇതൊക്കെയാണ് സന്തോഷങ്ങൾ എന്ന് നമുക്ക് മുമ്പിൽ പിശാച് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, നല്ല ജോലി, നല്ല ശമ്പളം, അല്ലെ, നല്ല ജോലിയുള്ള മക്കള്, ഇതൊക്കെയാണ് സന്തോഷം. ഇതൊന്നുമില്ലെങ്കിൽ സന്തോഷമില്ല, നഷ്ടമാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ നഷ്ടമെന്നത് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അശ്രദ്ധ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് വലിയ നഷ്ടം. അവരാണ് നഷ്ടക്കാരെന്ന അള്ളാഹു അടിവരവിട്ട് പറയണം കേട്ടോ. من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. എന്താണ്? മരണം വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണമെന്നാണ്. കാരണം ആ സമയത്ത് മരണം ആസന്നമാകുന്ന സന്ദർഭത്തിൽ, ഉറപ്പായും മരണം എത്തിയെന്ന് ബോധ്യപ്പെടുന്ന സന്ദർഭത്തിൽ ആളുകൾ വിലപിക്കുമെന്നാണ്. വിലപിച്ചുകൊണ്ട് ആളുകൾ പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. എന്താണ്? ഒരു പരിധി വരെ, ഒരു അടുത്ത അവധി വരെ എനിക്ക് നീ നീട്ടിത്തരണമെന്ന് ആളുകൾ പറയുമെന്നാണ് കേട്ടോ. എന്നാൽ അങ്ങനെ നീട്ടിത്തന്നാൽ ഞാൻ സ്വതക്ക ചെയ്യാം, ഞാൻ സ്വാലിഹീങ്ങളിൽപ്പെട്ടവനാ, ഒരു ചാൻസ്, കുറച്ച് സമയം കൂടി എനിക്ക് നീട്ടിത്തന്നാൽ ഞാൻ കുറച്ച് സ്വതക്ക കൊടുക്കാം എന്ന് ആളുകൾ പറയും. മരണത്തിന്റെ സന്ദർഭത്തിൽ ആളുകൾ വിലപിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നേരത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്? അങ്ങനെ വിലപിക്കാതിരിക്കാനാണ്, ആ ഒരു ഖേദം വരാതിരിക്കാനാണ്. ആരാണ് നഷ്ടക്കാർ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന എന്തിനാണ്? ആ നഷ്ടക്കാരിൽ പെട്ടുപോകാതിരിക്കാനാണ്.
അപ്പൊ അതുകൊണ്ട് അതിനുള്ള മുൻകരുതലുകളാണ് നമ്മൾ ഈ ജീവിതത്തിൽ എടുക്കേണ്ടത്. വല യുവഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജ്ലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അങ്ങനെ ഒരു അവധി വന്നെത്തിയാൽ അല്ലാഹു ഒരാൾക്കും തന്നെ അവധി നീട്ടിക്കൊടുക്കൂല എന്നാണ്. അള്ളാഹു എല്ലാവരും പ്രവർത്തിക്കുന്നത് അള്ളാഹു സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അറിയുന്നവനാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇത്രയും കൃത്യമായിട്ട് അള്ളാഹു നമ്മളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത് എന്തിനാണ്? ഈ ഒരു അവസ്ഥ മരണത്തിന്റെ സന്ദർഭത്തിൽ വിലപിക്കുന്നവരായി മാറാതിരിക്കാൻ, വളരെ നേരത്തെ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താനാണ്. 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ 5 കാര്യങ്ങളെ സൂക്ഷിക്കണമെന്നാണ്. എന്താണ്? ഇഖ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ ശബാബക ഖബ്ല ഹറമിക. വാർദ്ധക്യത്തിന്റെ മുമ്പുള്ള യുവത്വം, അല്ലേ? എന്തും ചെയ്യാൻ കഴിയുന്ന, ചോരത്തിളപ്പുള്ള, വിചാരിച്ച കാര്യങ്ങൾ അതേപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിവുള്ള, ആരോഗ്യവും സമ്പത്തൊക്കെ ഉള്ള ഒരു സമയം. ആ സമയം നഷ്ടപ്പെടുത്തിയാൽ സഹോദരങ്ങളെ, ഏത് സമയമാണ് നമ്മൾ ഒരു ഭാഗം തളർന്ന് സ്ട്രോക്കായി, എത്ര ആളുകളാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, സ്ട്രോക്ക് റിഹാബിലിറ്റേഷൻ ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോയാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുമാറാണ്. പണ്ടൊക്കെ നമ്മൾ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരു 10-60 വയസ്സായ ഒരാള് പേരക്കുട്ടികളും ഒക്കെ പിടിച്ചു കൊണ്ടുപോകണമെന്ന് നമ്മൾ കാണാം. എന്നാൽ ഇന്ന് ഭാര്യമാര് വളരെ ചെറുപ്പക്കാരായ 40-ഉം 38-ഉം 40-ഉം 42 വയസ്സുമായ ആളുകൾ, സ്ട്രോക്കായ ആളുകളുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. അവരൊക്കെ അതുകൊണ്ട് ഏതൊരു സന്ദർഭത്തിലാണ് സഹോദരങ്ങളെ ഒരു ഭാഗം തളർന്ന് സംസാരിക്കാൻ കഴിയാതെ ചലനശേഷി നഷ്ടപ്പെട്ട് നമ്മളെ ആരോഗ്യം ക്ഷയിക്കുന്നതിന് മുമ്പായിട്ട് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ, ഇബാദത്തുകൾ ചെയ്യാൻ, നല്ല ഇബാദത്തുകളും നല്ല സൽക്കർമ്മങ്ങളും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു പ്രയാസമില്ല. അയാൾക്ക് സ്ട്രോക്ക് വന്നാലും അയാൾ സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് 5 നേരം പള്ളിയിൽ പോയിരുന്ന ആളാണോ സഹോദരങ്ങളെ? അയാൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിരുന്ന ആളാണോ? ആ ആരോഗ്യ പ്രശ്നം കൊണ്ട് എന്തെങ്കിലും ഒരു മുടക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അള്ളാഹു അയാൾക്ക് പ്രതിഫലം നൽകുമെന്ന് ഹദീസിൽ കാണാൻ പറ്റും. അതുകൊണ്ട് നല്ല കഴിവും ആരോഗ്യമൊക്കെയുള്ള സന്ദർഭത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളോടുള്ള താല്പര്യവും ആ ശരീരവും നമ്മൾ നിലനിർത്തിയാൽ ഒരു പ്രയാസം വന്നാലും അതിൽ നമുക്ക് സമാധാനിക്കാനുള്ള വകുപ്പുണ്ടാകും. അല്ലെങ്കിൽ എനിക്ക് വലിയ നഷ്ടമായല്ലോ എന്നുള്ള ഖേദമായിരിക്കും മരിക്കുന്ന സന്ദർഭം വരെ. അതുകൊണ്ട് അതിന് വഴിവെക്കാതിരിക്കുക. 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ്. ഒന്ന് യുവത്വമാണ്. കാരണം വാർദ്ധക്യം അത് നമുക്ക് വിചാരിച്ചെടുത്ത് പോകാൻ പറ്റൂല, വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല. അത് വരുന്നതിന് മുമ്പായി, വാർദ്ധക്യം എന്ന് പറയുമ്പോൾ കുറേ വയസ്സാകുക എന്ന് വിചാരിക്കേണ്ട. ഏത് സമയത്തും ചെറിയൊരു സ്ട്രോക്ക് വന്നാൽ നമുക്കറിയാം നമ്മൾ ആരോഗ്യത്തിന്റെ അവസ്ഥ, ചലനശേഷി നഷ്ടപ്പെടും, സംസാരശേഷി നഷ്ടപ്പെടും. അതൊക്കെ പ്രയാസമാണ്. ആരോഗ്യത്തിന്റെ മുമ്പുള്ള, രോഗത്തിന്റെ മുമ്പുള്ള ആരോഗ്യം നോക്കി. അതല്ലാത്ത രോഗങ്ങൾ എത്ര ആളുകളാണ് ഓരോ നിമിഷവും രോഗികളായി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഈ ആരോഗ്യമുള്ള സന്ദർഭത്തിൽ അള്ളാഹുവിനെ ഓർക്കാനും കൂടുതൽ ഇബാദത്തുകൾ അനുഷ്ഠിക്കാനും കൂടുതൽ ദഅ്വാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ളൊരു തൗഫീക്ക്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പണിയെടുക്കുക. വാർദ്ധക്യം എന്താ പറയുക, പാപ്പരത്വം, അതായത് ഫക്കീറാകുക, അല്ലേ? സമ്പത്ത് നഷ്ടപ്പെടുന്നൊരവസ്ഥ, അങ്ങനെ ഫക്കീറായി പോകുന്ന, ദരിദ്രനായി പോകുന്ന അവസ്ഥ. അതുകൊണ്ട് ആ അവസ്ഥക്ക് മുമ്പായി നിന്റെ ആ സമ്പത്തിൽ നിന്ന് നമ്മൾ ചെലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ തൻ്റെ ഒഴിവ് സമയങ്ങൾ, തിരക്ക് കൂടുന്നതിന് മുമ്പുള്ള ആ ഒഴിവ് സമയം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെ വഹയാത്തക ഖബ്ല മൗതിക, മരണത്തിന് മുമ്പുള്ള ജീവിതം. ഇതൊക്കെ നമ്മളെ കൃത്യമായിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ, ആ നമ്മുടെ ആയുസ് അള്ളാഹു നൽകിയ അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇലാ 70, 60ന്റെയും 70ന്റെയും ഇടയിലാണ് എൻ്റെ ഉമ്മത്തിന്റെ ആയുസ്. അതുകൊണ്ട് ആ മാക്സിമം തന്നെ അത്ര കിട്ടാൻ ചാൻസ് ഉള്ളൂ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ഒരു പ്രയാസം ഉണ്ടാകാതെ ജീവിച്ചു പോയാൽ തന്നെ അത്ര ആയുസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ആ കിട്ടിയ ആയുസ് പരമാവധി ഉപയോഗപ്പെടുത്തുക. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാഹു വഅൻ ഇൽമിഹി ഫീമാ ഫഅല വഅൻ മാലിഹി മിൻ ഐന ഇക്തസബ വഫീമാ അൻഫഖ വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാഹു. ഓരോ കാര്യങ്ങളും നാളെ ചോദിച്ചിട്ടല്ലാതെ ഒരാളുടെയും പാദം നാളെ ഖിയാമത്ത് നാളിൽ വിചാരണക്ക് നനക്കാൻ പറ്റില്ല എന്നാണ്. എങ്ങനെ ഈ ആയുസ് എന്തിൽ ചെലവഴിച്ചു എന്നത്, എന്ത് അറിവ് നേടി ആ അറിവിനനുസരിച്ച് എങ്ങനെ പ്രവർത്തിച്ചു എന്നത്, എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു, അങ്ങനെ ഓരോ കാര്യങ്ങളും
ചോദ്യം ചെയ്യപ്പെടാതെ അതിന് കൃത്യമായി ഉത്തരം നൽകാതെ നാളെ പരലോകത്ത് വിചാരണയുടെ സമയത്ത് അവിടെ അനങ്ങാൻ സാധ്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, കഴിഞ്ഞത് പോയി, അതിനെപ്പറ്റി ആലോചിച്ച് യാതൊരു വിഷമിച്ചിട്ട് കാര്യമല്ല. തൗബ ചെയ്ത് നിലപാട് നന്നാക്കി നമ്മൾ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും, നമ്മൾ എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് മുഴുവനും പൊറുക്കാൻ മാത്രം കാരുണ്യവാനും അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നിരാശക്ക് ഒരു സ്ഥാനം ഈ ദീനിലില്ല. ഒരാൾ എത്ര അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നോ, എത്ര വലിയ പാപങ്ങൾ ചെയ്ത ആളാണെങ്കിൽ പോലും ആത്മാർത്ഥമായി തൗബ ചെയ്താൽ ആ തൗബ അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. അത് സ്വീകരിച്ചോ അല്ലേന്ന് എങ്ങനെ മനസ്സിലാക്കുക? അതിനുശേഷമുള്ള ജീവിതം കണ്ടാൽ മനസ്സിലാകും അത് സ്വീകരിച്ചിട്ടോ അല്ലേന്ന്. കാരണം നമുക്ക് കൂടുതൽ ശിഷ്ടജീവിതം, കൂടുതൽ നന്മകൾ ചെയ്ത്, കൂടുതൽ ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി നന്മകൾ വർദ്ധിപ്പിച്ച് ജീവിച്ചാൽ തീർച്ചയായും ആ തൗബ സ്വീകരിച്ചു എന്ന് തന്നെയാണ് ഇന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്താൽ അല്ലാഹു മുഴുവൻ പാപങ്ങളും പുറത്ത് നല്ല ഒരു പര്യവസ്ഥാനം അല്ലാഹു നമുക്ക് നൽകും. അതുകൊണ്ട് ആ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പോലെ മരണത്തെ കൂടുതൽ ഓർക്കുകയും ആ മരണത്തിന് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുകയും എല്ലാ ഇടപാടുകളും തീർന്ന് ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ, ഒരു അസുഖം ഉണ്ടെങ്കിൽ, ഈ അസുഖത്തിലെങ്ങാനും ഞാൻ മരിച്ചു പോയാൽ, ഇപ്പൊ സർജറിക്ക് വരുമ്പോഴൊക്കെ ചില ആളുകൾ പറയും, ചില സ്ത്രീകൾ, വയസ്സായ സ്ത്രീകൾ പറയും, എന്താണ് ഇപ്പോൾ ഭർത്താവിന് സർജറി ആണെങ്കിൽ മൂപ്പര് ഇന്നലെ ഡോക്ടറെ വിളിച്ചിട്ട് മൂപ്പര് മരിക്കും ചിലപ്പം, അപ്പോൾ വസീയത്തൊക്കെ പറഞ്ഞാണ്, അങ്ങനെയൊക്കെ അത്രയ്ക്ക് ഗൗരവമുണ്ട് ഇപ്പോൾ ഓപ്പറേഷൻ എന്ന് ചോദിക്കും ചില ആളുകൾ. സഹോദരങ്ങളെ, അങ്ങനെയാണ് അവർ നന്നായി തയ്യാറെടുക്കും മരണത്തിന്. ഇപ്പോൾ ഒരു ഓപ്പറേഷന് പോവുകയാണെങ്കിൽ കുറച്ചാണ് ഈ ഓപ്പറേഷനിലെങ്ങാനും മരിച്ചു പോയാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ എത്രയോ ആളുകൾ, എത്രയോ പേഷ്യൻസ് അങ്ങനെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. വാപ്പ ഇന്നലെ എങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, അങ്ങനെയൊക്കെ പറയാൻ മാത്രമുണ്ടോ? അത് സഹോദരങ്ങളെ, അതാണ് ഒരു വിശ്വാസി. ഈ മരണം, ഏത് സമയത്തും മരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുക. നമ്മൾ ഈ ലോകത്ത് ജീവിച്ച് മരിക്കാൻ വേണ്ടി വന്നവരല്ല. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അതാണ് യഥാർത്ഥ ജീവിതമെന്നും അതിനുവേണ്ടി തയ്യാറെടുക്കാനുള്ളതാണ് ഈ ജീവിതം. ഒരു യാത്രക്കാരനെ പോലെ, ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ സ്ഥലത്തിറങ്ങിയാൽ എത്ര ആ ഇറങ്ങിയ സ്ഥലത്തോട് നമുക്ക് എത്ര ഇതുണ്ടാവും, അത്ര ബന്ധേ സത്യത്തിൽ ഒരു ദുന്യാവുമായിട്ടൊരു വിശ്വാസിക്കുള്ളൂ എന്ന ബോധത്തോടു കൂടി ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോകാതെ മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം, അതിൽ വിജയിക്കാൻ ഉള്ള സകല കാര്യങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, അതിൽ നഷ്ടം വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെ മുന്നേറുക, അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചത്, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത്. ഇത്രത്തോളം ഓർമ്മപ്പെടുത്തലുകൾ, റിമൈൻഡറുകൾ ഈ വെള്ളിയാഴ്ചത്തെ ഖുതുബ, ഓരോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതുകളൊക്കെ വള്ളി പുള്ളി മാറ്റമില്ലാതെ തലമുറകളിലൂടെ കൈമാറി വന്ന് നമ്മളെ മുമ്പിൽ ഇതൊക്കെ എപ്പോഴും ജീവസുറ്റതായി നിലനിൽക്കുന്നത് ആ ഒരു ബോധം മനുഷ്യനുണ്ടാക്കാനാണ്. പിന്നീട് വിചാരണന്റെ സമയത്ത് നഖം കടിക്കുന്ന, നഷ്ടക്കാരിൽ പെട്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ്. അതുകൊണ്ട് അവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ. മത്സരിക്കുന്ന ആളുകൾ ആ പരലോകത്തിന് വേണ്ടിയാണ് മത്സരിക്കേണ്ടത്. ഫല്യതനാഫിസിൽ മുതനാഫിസൂൻ എന്ന ഖുർആനിന്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ആ ആഖിറത്തിന്റെ വിഷയത്തിൽ നമ്മൾ മത്സരിക്കുക. ദുനിയാവിന്റെ വിഷയത്തിൽ മത്സരിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ആഖിറം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഒരിക്കലും വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. കൃത്യമായി ജീവിത ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിനും റസൂലിനും വഴിപ്പെട്ടുകൊണ്ട് പരമാവധി സൽക്കർമ്മങ്ങളിലൂടെ മുന്നേറാൻ കിട്ടിയ അവസരങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്തി കൂടുതൽ നന്മകൾക്ക് തൗഫീക്ക് കിട്ടി ഏറ്റവും നല്ല അവസ്ഥയിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. മരണചിന്തയോടുകൂടി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരു വലിയ ആഘോഷമാക്കി മാറ്റാൻ ഒരു വിശ്വാസിക്ക് ഒരിക്കലും സാധിക്കൂല. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു സമൂഹത്തോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായിട്ട് കാണാൻ പറ്റും. ഇസ്ലാമിക ചരിത്രത്തിൽ മുൻഗാമികൾക്കൊന്നും മാതൃകയില്ലാത്തതാണ്. പുതിയൊരു വർഷം വരുമ്പം അതിന് ആഘോഷങ്ങൾ നടക്കുക. രണ്ട് ആഘോഷങ്ങളാണ് ഒരു വിശ്വാസിക്കുള്ളത്. അത് പെരുന്നാളാണ്. അതല്ലാതെ ഏതെങ്കിലും വർഷത്തിന്റെ ആരംഭം ആഘോഷിച്ചതായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രത്തിലോ സഹാബികളുടെ ചരിത്രത്തിലോ ഒന്നും കാണാൻ സാധ്യമല്ല. ഇപ്പൊ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ, കഴിഞ്ഞ ദിവസം ക്രിസ്മസ് അപ്പൂപ്പന്റെ മുഖമൂടിയൊക്കെ ഇട്ടിട്ട് ആ ഡ്രസ്സിട്ടിട്ട് മാപ്പിളപ്പാട്ട് പാടി ആഘോഷിക്കുന്ന മുസ്ലിം കുട്ടികൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഇഖ്ലാസ്
ഖുർആനിന്റെ 1/3 എന്നാണ് നമ്മൾ പറയുന്നത്. 1/3 അത്രയും കനണ്ട ആ സൂറത്ത്. അള്ളാഹു ഏകനാണ്. ലം യലിദ് വലം യൂലദ്. അള്ളാഹു ബാപ്പയല്ല, അള്ളാഹു മകനല്ല എന്ന് എന്തിനാണ് സഹോദരങ്ങളെ അള്ളാഹു പഠിപ്പിച്ചത്? അള്ളാഹുവിന്റെ മേൽ ആരോപിക്കപ്പെട്ട ന്യൂനതകളിൽ നിന്ന് അള്ളാഹു ആരാണ് എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചത് എന്തിനാണ്? അള്ളാഹു പിതാവാണ്, യഹോവ പിതാവാണ്, പിതാവായ ദൈവം എന്നിവിടെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹു ജനിച്ചിട്ടില്ല, അവൻ ജനിപ്പിച്ചിട്ടില്ല. ലം യലിദ്, അവൻ വാപ്പയല്ല. വലം യൂലദ്, അവൻ മകനല്ല എന്ന്. ദൈവപുത്രനാണ്, ദൈവത്തിന് പുത്രനുണ്ട്. ദൈവപുത്രൻ എന്ന ആളുകൾ പറഞ്ഞതുകൊണ്ടാണ് അള്ളാഹുവിന് മക്കളില്ല എന്ന് കൃത്യമായിട്ട് അള്ളാഹു പഠിപ്പിച്ചത്. അപ്പോ അത് ആ ഒരു ചെറിയ സൂറത്തെങ്കിലും എന്തിനു വേണ്ടി ഇറങ്ങി, എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് എങ്ങനെയാണ് സഹോദരങ്ങളെ ഈ ആഘോഷങ്ങളിൽ ദൈവത്തിന് മകൻ പിറന്നു എന്നത്, അല്ലെ? ദൈവത്തിന് മനുഷ്യപുത്രൻ ജനിച്ചു, മനുഷ്യരുടെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്ത് കുരിശിൽ മരിക്കാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ ഭൂമിയിൽ ജനിപ്പിച്ചു എന്ന് വാദിക്കുന്ന ആ ദൈവപുത്രന്റെ ജനനം സന്തോഷം പങ്കിടാൻ ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് സാധിക്കുക? ഒരിക്കലും സാധിക്കൂല. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ നാടും നമ്മളെ മക്കളൊക്കെ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അതൊക്കെ തെറ്റാണോ എന്നാണ്. നമുക്ക് അങ്ങനെ ഒരു വിശ്വാസമല്ലല്ലോ. നമുക്കിപ്പോൾ അള്ളാഹു മകനാണെന്നോ അള്ളാഹു പിതാവാണെന്നോ നമ്മൾ വിശ്വസിക്കുന്നില്ല. അവരെന്തെങ്കിലും വിശ്വസിച്ചോട്ടെ, അതിനിപ്പോൾ എന്താ പ്രശ്നം? സഹോദരങ്ങളെ, ആ ആഘോഷത്തിൽ ആ ദൈവത്തിന് പുത്രൻ ജനിച്ചു എന്ന, അതാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ. ദൈവത്തിന് പുത്രൻ ജനിച്ചു എന്നത്, ആ സന്തോഷത്തിൽ എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് പങ്കെടുക്കാൻ സാധിക്കുക? അതേപോലെ തന്നെ ന്യൂ ഇയർ, അതിന്റെ ആഘോഷങ്ങൾ, അതിന് ഇസ്ലാമിന്റെ പാരമ്പര്യമില്ല. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്നാണ്. ആരെങ്കിലും ഒരു സമൂഹത്തോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു തെളിവ് പോരെ സഹോദരങ്ങളെ, ഈ ഒരു തെളിവ് പോരെ, ഈ ആഘോഷം തെറ്റാണ് എന്ന് പറയാൻ. സംഗീതവും പാട്ടും കൂത്തുമായി പുതുവർഷ പുലരി ആഘോഷിക്കുന്നവർ സഹോദരങ്ങളെ നമ്മളുണ്ടാകാൻ പാടില്ല, നമ്മളെ മക്കള് അതിലുണ്ടാകാൻ പാടില്ല. അതിന് ഒരു തരത്തിലുള്ള സമ്മതവും നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അതിനും നമുക്ക് വാക്കുകൊണ്ട് കഴിയില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും അത് വെറുക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു പുതുവർഷത്തിൽ നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ ഇസ്ലാമികപരമാണോ? നമ്മുടെ സാമ്പത്തികമായ ഇടപാടുകളിൽ ഹറാമുകളുണ്ടോ എന്ന്, മാതാപിതാക്കളും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടോ സഹോദരങ്ങളെ? അത് തൃപ്തികരമാണോ? നമ്മളെ മക്കൾ നമ്മളോട് എങ്ങനെയാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതേപോലെയാണോ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ വർത്തിച്ചിട്ടുള്ളത്, വർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആത്മവിചിന്തനം നടക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ മക്കൾക്ക് കിട്ടേണ്ട ഒരു അവകാശം അത് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? അല്ലെ? ഇണകളുമായിട്ടുള്ള ബന്ധങ്ങളിൽ എത്രത്തോളം നമ്മൾ അള്ളാഹുവിനോട് ചെയ്ത ആ കരാർ പാലിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രവാചകന്റെ മാതൃക, ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളിലും നമുക്കൊരു കൃത്യമായ മാതൃകയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ മുഴുവനും അടിമുടി പിന്തുടരാണ്ടവനാണ് ഒരു വിശ്വാസി. അതുകൊണ്ട് ആ പ്രവാചകനെ പിന്തുടരുക എന്നത് അള്ളാഹു നമുക്ക് മാതൃകയായി നിയോഗിച്ച ആ പ്രവാചകനെ പിന്തുടരുന്നതിൽ സഹോദരങ്ങളെ നമ്മൾ അഭിമാനം കാണണം. അതൊരു മോശമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. അത് ഒരു ഇസ്സത്തായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റി ജീവിക്കുക എന്നത് ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും നമ്മൾ പ്രയോറിറ്റി നൽകുന്ന കാര്യമായി മാറേണ്ടതുണ്ട്. കുടുംബ ബന്ധങ്ങൾ, അറ്റുപോയ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അതേപോലെ അയൽവാസികളുമായി ഏറ്റവും നല്ല ബന്ധമുണ്ടാകേണ്ടവനാണ് സത്യവിശ്വാസികൾ. അവരുടെ അയൽവാസിയോടുള്ള കടപ്പാടുകൾ പറയുന്ന സന്ദർഭത്തിൽ സഹാബികൾ ഭയപ്പെട്ടു പോയി എന്നാണ്. അത്രത്തോളം അവർക്ക് അനന്തരാവകാശ സ്വത്തിൽ അവകാശമുണ്ടാകുമോ എന്ന് പോലും ഞങ്ങൾക്ക് തോന്നിയാണ്. അത്രയും കടുത്ത ബന്ധമാണ് അയൽവാസികളുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പറഞ്ഞു കൊടുത്തതെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒരു വിശ്വാസി എന്ന നിലക്ക് ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നഷ്ടപ്പെട്ടതിനെ പറ്റി, കഴിഞ്ഞു പോയതിനെ പറ്റി നമ്മൾ ദുഃഖിക്കേണ്ട. ഇവിടുന്ന് അങ്ങോട്ട് ഇതൊക്കെ നന്നാക്കിക്കൊണ്ട് നല്ലൊരവസ്ഥയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ.